ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഖരീനത്തു. ഇനി അവസാനത്തെ ചർച്ച മജാസും ബിൽ ഇസ്നാദിൽ കരീനത്ത് ചർച്ച നടത്തിയ കഴിഞ്ഞല്ലോ. ഈ കരീനത്ത് രണ്ട് സൈസാണ്. അല്ലത്തീ തക്കദ്ദമ ദിക്റുവാബി താരിഫി, നിർവചനത്തിൽ അതിനെ പറയൽ കഴിഞ്ഞു പോയി മുൻകടന്ന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കരീനത്ത് നൗആനിയാണ്. ഇമ്മാ ലഫ്ലിയത്തുൻ, ഒന്നുകിൽ ലഫ്ലിയാണ്, ഔ മാനവിയത്തുൻ വരുന്നുണ്ട് കേട്ടോ. ഈ ലഫ്ലിയ കരീനത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കരീനത്താണ് ഈ പറയുന്നത് അറിയോ? ഈ പറയുന്ന ആള് ഇത് യഥാർത്ഥ ഫായിലേക്കല്ല ചേർത്തിയത് എന്ന് തിരിയാൻ എന്തെങ്കിലും ലക്ഷണം വെക്കണം. ലഫ്ലിയ കരീനത്ത് ഇതുപോലെ എന്താ പറയുക, ഒക്കെ കൗലി മജ്ഹൂലിൽ ഹാലി, ഒരു ഹാലറിയപ്പെടാത്തവൻ്റെ കൗല് പോലെ. അഥവാ മുത്തകല്ലിമിൻ്റെ മനസ്ഥിതി എന്താണ് എന്ന് ആർക്കറിയില്ല. ഈ കേൾക്കുന്നവനിക്ക് സാമീനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരാൾ പറയും പോലെ. ഉണ്ടായാൽ ഞാൻ കാണാത്ത ഒരാൾ എന്നോട് വന്നുകൊണ്ടൊരു കാര്യം പറയണം. അല്ലദീലാ യുഅലമു ഹാലുഹു, അയാളുടെ ഹാൽ അറിയപ്പെടൂല. ഹൽ ഹുവ മുവഹിദുൻ, അയാൾ ഏകനായ അല്ലാഹ് വിശ്വസിക്കുന്ന ആളാണോ? ഔ ദഹിരിയുൻ, അല്ല കാലവാദിയാണോ? കാലവാദി എന്ന ആളുണ്ട്. അങ്ങനെ കാലങ്ങളാണ് മഴ ഉണ്ടാക്കുന്നത്, കാലണ്ടാണ് വെയിലുണ്ടാക്കുന്നത്, കാലമാണ് രാവും പാലും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കാലത്തെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്ക് ദഹിരിയാക്കൾ എന്നാണ് പറയുക. എണ്ണപ്പെട്ട ആൾക്കാരെ പോലും ഉണ്ടാവുള്ളൂ. ലോകത്തിൽ മതമായി ഒരു വന്നിട്ടുമില്ല. ലാ യുഹരിക്കുന ഇല്ല ദഹർ എന്ന് പറഞ്ഞിന് ഖുർആനിൽ തൊഴിൽ. ആ ഒരു പ്രയോഗം മാത്രമേ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. ബിംബാരാധകന്മാർ ഇഷ്ടം പോലെ ഖുർആൻ ഇത് ചെയ്തിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അതേ സ്ഥലത്തിൽ ഈ ദഹിരിയാക്കളെ പറ്റി അങ്ങനെ ഏതായാലും ശരി, ദഹിരിയാണോ മുവഹിദാണോ എന്നറിയപ്പെടാത്ത ഒരാൾ നമ്മൾ ഒന്നാണ് പറയാം. ബഅദ കൗലിഹി അമ്പത്തറബിൽ വക്കല, അമ്പത്തറബിൽ വക്കല എന്ന് പറഞ്ഞതിന് ശേഷം പറയാം. എന്ത് പറയാം? അഞ്ഞാണ് കൗലിനൊക്കൂലി ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതോ അതിൻ്റെ വേക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെന്താ കൂട്ടുക? പറഞ്ഞാക്കി കഥ നോക്കും. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്പത്തറബിൽ വക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെക്കേണ്ടി? ഹക്കീക്കത്ത പറഞ്ഞാൽ ഓനെ പറ്റി നമുക്ക് അറിയില്ലല്ലോ ദഹിരിയാണോ അല്ലേന്ന്. അപ്പോൾ ഓരോ ഒന്നും അടയാളം വെക്കാൻ നമ്മളെന്താ വെക്കേണ്ടി? ഓനെ കൽബില്ല പറഞ്ഞതെന്ന് ഹക്കീക്കത്ത നോക്കണ്ട്. അതേസമയം എൻ്റെ നേരെ വേഗം ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് കാട്ടി? അവൻ പറഞ്ഞ മജാസാന്ന് വെച്ചു. അപ്പോൾ ഓനെ പറ്റി നമുക്ക് എന്ത് മനസ്സിലായി? ഓ മുവഹിദാണ് എന്ന് മനസ്സിലായി. പറഞ്ഞ മനസ്സിലായില്ലേ? ഫഖൗലുഹു ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വാക്ക് കരീനത്തുൽ ലഫ്ലിയ കരീനത്താണ്. അല അന്നഹു അറാദ, ഈ പറഞ്ഞ വ്യക്തി ഉദ്ദേശിച്ചിട്ടുണ്ട്. അന്ന ഇസ്നാദൽ ഇംബാത്തി, നിശ്ചയമായിട്ട് ഇംബാത്തിനെ ചേർക്കൽ ഇല്ല റബിയിലേക്ക് ചേർക്കൽ വയറു മാഹുലഹു, അത് മാഹുലഹു അല്ലാത്തതിലേക്കുള്ള ചേർക്കലാണ് എന്ന് ഏത് മനസ്സിലാക്കി തന്നു? ഈ കരീനത്ത് മനസ്സിലാക്കി തന്നു. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഒക്കെ ഈ കനി പറയും പോലെ ഹസമൽ അമീറുൽ ജുന്ദ, രാജാവ് സൈന്യത്തെ ശത്രുസേനയെ ആട്ടിവിട്ടു. വഹുവഫി കസ്രിഹി, ആ സമയത്ത് അമീർ കൊട്ടാരത്തിലാണ്. വഹുവഫി കസ്രിഹി എന്ന് പറഞ്ഞാൽ മനസ്സിലായി അമീറായിട്ട് ഇറങ്ങിയിട്ടില്ല, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ കൗലുക്ക നീ പറഞ്ഞത് വഹുവഫി കസ്രിഹി, വഹുവഫി കസ്രിഹി എന്നതിലേക്ക് കൂട്ടി പറഞ്ഞത് കരീനത്തിൻ്റെ അടയാളമാണ്. അല്ല അന്ന ഇസ്നാദൽ ഹസ്മി, ഈ ആട്ടിവിടുക എന്നുള്ളതിന് ചേർക്കൽ ഇലഹി, ആ ജുന്ദിലേക്കുള്ള ചേർക്കൽ മജാസുൻ, അല്ല അമീറിലേക്കുള്ള ചേർക്കൽ മജാസുൻ, അത് മജാസാണ് എന്നതിന് അടയാളമാണ്. പിന്നെ ഇമ്മാ മാനവീയത്തുൻ, ഒന്നിലേക്ക് മാനവീയത്താണ്. അത്തുഫിന്നല്ല ഇമ്മാ ലഫ്ലിയ, ഇമ്മാ ലഫ്ലിയ നമുക്ക് അത്തുപ്പെട്ടു. പിന്നെ കസുദൂരിൽ അവലി, നേരത്തെ വാക്കുണ്ട്. നേരത്തെ വാക്ക് തന്നെ ഏതാണ്? അമ്പത്തറുബിലൊക്കെ അത് ഉണ്ടാവും പോലെ. ആരൊക്കെ നിന്ന് പോലെ മുവാഹിദീനൊക്കെ നിന്നുണ്ടാവും പോലെ. അപ്പോൾ നമുക്ക് ഇന്നല്ലാഹുവിനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഓനെ പറ്റി നമുക്ക് അത് തന്നെ അറിയാം. ഓൻ്റെ തൊപ്പിയും ഓൻ്റെ തേരും കാലും കണ്ടാൽ നമുക്ക് അത് തന്നെ അറിയാം. മുഅ്മിനായ മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു വ്യക്തി പറയാ എന്ത്? അമ്പത്തറബിയിൽ വക്കല എന്ന് പറഞ്ഞാൽ മജാസ. ഇങ്ങനെ കരീനത്ത് വേറെ വേണ്ട, ഓൻ്റെ ഹാലിനെ കരീനത്ത്. പിന്നെ ഇത് കാരണം യഅലമു മിൻ ഹാലിഹി, ഓനെ ഹാലിൽ തന്നെ അറിയപ്പെടുമല്ലോ. അന്നൽ ഇസ്നാദ് മജാസിയുൻ, അമ്പത്തറബി എന്ന് പറഞ്ഞാൽ ഇസ്നാദ് മജാസിയ എന്നുള്ളത്. ഏറ്റിക്കാദിഹി, കാരണം വിശ്വസിച്ചതിന് വേണ്ടി. അന്നൽ മുമ്പീത്ത് ഹഖീഖത്തിന് അല്ലാഹു, യഥാർത്ഥ മുമ്പീത്ത് അള്ളാഹു ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അമ്പത്തറബി എന്ന് പറഞ്ഞാൽ മജാസാണ് ഈ കാരണം. വഖസ്തിയാലത്തി ഖിയാമിൽ മുസ്നദി, ഈ ഇസ്നാദ് ചെയ്യപ്പെട്ട മുസ്നദ് നിൽക്കൽ അസംഭവ്യമാകും പോലെയും. എവിടെ നിൽക്കുക? ബിൽ മദ്കൂരി, മുസ്നദിലേയും മദ്കൂരി, പറയപ്പെട്ട മുസ്നദിലേയും മദ്കൂറിൻ്റെ മൗസൂഫ് കളയപ്പെട്ടാണ്. പറയപ്പെട്ട മുസ്നദിലേയും പറയപ്പെട്ട മുസ്നദിലേഹിൽ ഈ പറയപ്പെട്ട മുസ്നദ് നിൽക്കലും ഹാലാണ്. ഉദാഹരണം പറഞ്ഞ മഹബത്തുക്ക, നിന്നോടുള്ള പ്രേമം, ജാത്ത് ബി, അതെന്നെ കൊണ്ടുവന്നു ഇലേക്ക്, അനിലേക്ക്. നിന്നോടുള്ള പ്രേമം എന്നെ
ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നു. ഈ പ്രേമ സാധനം ഇങ്ങനെ പിടിച്ചോണ്ട് അപ്പോൾ മനസ്സിലായില്ലേ, ഈ പറയപ്പെട്ട അതാ വലിയ ലുഹൂരി ലാഹറായതിന് വേണ്ടി ഇസ്തിഹാലത്തി കിയാമിൽ മജീ, ഈ കൊണ്ടുവരാൻ എന്നുള്ള നിൽക്കൽ മുഹാലായത് എവിടെ നിൽക്കൽ, വിൽ മഹബത്തി മഹബത്തിൽ നിൽക്കൽ. മഹബത്ത് എന്ന സാധനം കൊണ്ടുവരിക എന്നുള്ള പണി ചെയ്യുക എന്നുള്ള എന്താണ്, മുഹാലാണ്. അപ്പോൾ ഹഖീഖത്തല്ല, മജാസാണ്. പിന്നെ അപ്പോൾ ഏതിന് കഴിഞ്ഞു, മജാസ് ബിൽ ഇസ്നാദ് അത് കഴിഞ്ഞു. ഇനി മജാസ് ബിൽ ഇസ്നാദ് ഫുള്ളാണ്ട് ഹിഫ്ളാക്കിയിട്ട് മതി മജാസ് മുഫ്രദാത്ത് കേട്ടോ. വക്കതായ പ്രകാരം യുലാബിസുൽ മസ്തറ, മസ്തറിനോട് യോജിക്കും. നുഫിഹ നഫ്ഹത്തുൻ എന്നറിയില്ലേ, നുഫിഹ നഫ്ഹത്തുൻ അല്ലേ, മഫ്തറല്ലേ നഫഹൻ്റെ മസ്തറല്ലേ നൈഫലായത്. ഫയുസ്നദു, അപ്പോൾ ചേർക്കപ്പെടും. വിരാ കുല്ലിൻ മിൻഹാ, ഈ പറഞ്ഞവകളിൽ നിന്ന് എല്ലാത്തിലേക്കും ഫീലമാനാക്കളതിന് ചേർക്കപ്പെടും. കമാ യുസ്നദുൽ ഫായിലി ഫിൽ മബ്നിയിൽ ഫായിലി, മഅറൂഫാ ഫീലിൽ ഫായിലി ചേർക്കപ്പെടും പോലെയും ഹക്കീക്കത്താ നിലയിൽ ഖലഖല്ലാഹുൽ അർള, അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു എന്ന ഹക്കീക്കത്താണ്. ഇവിടെ ഹലക്ക നേരെ അള്ളയിലേക്ക് തന്നെയല്ലേ, അള്ളന്നല്ലേ പഠിച്ചത്, അള്ളന്നല്ലേ അവിടെ പറഞ്ഞതും. ഇങ്ങനെ ഹക്കീക്കത്ത് നൽകി ചേർക്കപ്പെടുന്നത് പോലെ ഏക്കും ചേർക്കപ്പെടും. ഈ പറഞ്ഞ മഫൂല് ജമാന് മക്കാന് പോലത്തേലേക്കും ചേർക്കപ്പെടും. അതുപോലെ തന്നെ ഏത് വരി ചേർക്കും പോലെയും വൈൽ മഫൂല് ബിഹി ഫിൽ മബീൽ ലഹു, മഫൂൽ എടുക്കപ്പെട്ട ഫീൽ അഥവാ മജൂല ഫീൽ മഫൂല് ബിൽ ചേർക്കപ്പെടും പോലെയും കദാലിക ഹക്കീക്കത്താ നിലയിൽ ഹക്കീക്കത്ത ഹൊലിക്കത്തില്ലാറുള്ളൂ. ഹക്കീക്കത്തല്ലേ, ഹൊലിക്കത്തില്ലാതെ ഊവി സൃഷ്ടിക്കപ്പെട്ട ഹക്കീക്കത്തല്ലേ. അപ്പം ഒറിജിനൽ നായിബ് ഫായിൽ നായിബ് ഫായിലായിട്ട് വരും പോലെയും ഒറിജിനൽ ഫായിലായിട്ട് വരും പോലെയും ഏതിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏത് ഈ പറഞ്ഞ സമാന് മക്കാന് കാരണങ്ങൾ മറ്റതൊക്കെ എന്തായിട്ട് വരും, നായിബ് ഫായിലും ഫായിലൊക്കെ ആയിട്ട് വരും. സുമ്മ ഷറാബിന് മുസന്നിഫ് തുടങ്ങി ഫി അംസിലത്തിൽ മജാസിൽ അഖ്ലി, മജാസ് അഖ്ലീന്റെ ഉദാഹരണങ്ങൾ വിരിക്കുന്നതിൽ തുടങ്ങി. ഫഖാല മുസന്നിഫ് പറഞ്ഞു നഹാറുഹു സായിമുൻ, അവന്റെ പകൽ നോമ്പുകാരനാണ്. നോമ്പുകാരനാണ് നല്ല പറഞ്ഞു, പിന്നെ അവന്റെ പകൽ നോമ്പുകാരനാണ്. സമയത്ത് പിടിച്ച് ഫായിലാക്കി. സ്വായിമിന്റെ ഫായിൽ ഏതാ, മുസ്തമീർ ഫായിൽ. ലമീറൊക്കെ മടങ്ങണ നഹാർക്കല്ലേ, സ്വായിമെന്ന് മുസ്തമീറില്ലേ, ലമീർ തറ ഹുവാൻ ലമീർ അതിന്റെ ഉള്ളിലുണ്ട്, സ്വായിമിന്റെ ഉള്ളിലുണ്ട്. ആ ലമീറൊക്കെ മടങ്ങണത് നഹാർക്ക്. അവൻ നഹാർ സ്വായിമാണ് എന്നാ പറഞ്ഞത്. യഥാർത്ഥ സ്വായിമാരാണ് നോമ്പൊറ്റ വ്യക്തിയല്ലേ. അപ്പൊ ഞാനൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിവരിക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഗൈറിലേക്ക് ചേർക്കുന്നത് എന്തിനു വേണ്ടിയാവണം, ഒരു മുലാബസക്ക് വേണ്ടിയാവണം എന്നറിഞ്ഞില്ലേ. ഞാൻ അതിനോട് ബന്ധിച്ച് പറയാണ് വലഹൂ, അതിനിക്കുണ്ട് മുലാബസാത്തുൻ ഷത്താ, വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. വലഹു എന്ന് പറഞ്ഞാൽ അതിൽ ഫീലിയോ മാഫിമാനാഹു, ഫീലും ഫീലിൻ്റെ മാനാക്കുള്ളതായ മസ്തർ പോലെ തനിക്കൊക്കെ ഉണ്ട്. മുലാബസാത്തുൻ ഷത്താ എന്ന് പറഞ്ഞാൽ മുഖ്തലിഫത്തുൻ, വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ജമ്മു ഷത്തീത്തിൻ, ഈ ഷത്താ എന്ന് പറഞ്ഞത് ഷത്തീത്തിൻ്റെ ജമ്മ. ഏതുപോലെയൊക്കെ മരീലിൻ മറല, ഒരു രോഗിക്ക് മരീൽ അറിയും, രോഗികൾ മറല. കത്തീലുൻ കത്തില, ശരിയല്ലേ. സുമ്മ അഷാറ, പിന്നെ മുസന്നിഫ് സൂചിപ്പിച്ചു ഇലാ തഫ്സീലി തിൽക്കൽ മുലാബസാത്തി. ആദ്യം പൊതുവാക്കി പറഞ്ഞു വ്യത്യസ്തമായ ബന്ധം കിട്ടോ പറഞ്ഞു. ഇങ്ങോട്ട് പിന്നെ ഉപരി വിവരിക്കാൻ തുടങ്ങി ആ തിൽക്കൽ മുലാബസാത്തി, ആ ബന്ധങ്ങളെ. അല്ലത്തി തളമ്മന താരീഫു, താരീഫുൾ കൊള്ളിച്ചത് മുലാബസമാണെന്നില്ല. വൈര്യമാവൂല ഹൂലി മുലാബസത്തി എന്ന് പറഞ്ഞില്ലേ. അപ്പം താരീഫുൾ കൊള്ളിച്ച ആ മുലാബസനെ വിശദീകരണത്തിലേക്ക് സൂചിപ്പിച്ചു. ബി കൗലിഹി, മുസന്നിഫിൻ്റെ കൗല് കൊണ്ട്. ബാനു താലക്ക് അഷാറനോട് കേട്ടോ. പിന്നെ യുലാബിസു സമാന വൽ മക്കാന വൽ മഫ്ഊല വസ്സബബ, ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ യുലാബിസു ഫീലും ഫീലും മാനാക്കുള്ള ബന്ധിക്കും. അസമാന കാലത്തോട് ബന്ധിക്കും. അപ്പോൾ കാലം ഫായിലായി വരും. അതുപോലെ മക്കാന മക്കാനോട് ബന്ധിക്കും. മക്കാൻ ഫായിലായിട്ട് വരും. ഫീഹിമ, കാരണം മക്കാലും സമാലും ആണല്ലോ ഈ ഫീല് സംഭവിക്കുന്നത്. അതുപോലെ മഫ്ഊല മഫ്ഊലിനോടും ബന്ധിക്കും. ലുക്കോഹി അലഹി, കാരണം മഫ്ഊൽ മേലിലാണ് സംഭവിക്കുന്നത്. മാങ്ങ തിന്നു അറിയാം, മാങ്ങയെ തിന്നു അറിയില്ല. ഫൽ മുറാദു, ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് മഫ്ഊൽ ബിഹി. മത്തിൽ മഫ്ഊൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫീഹി ആണോ മഫ്ഊൽ ലഹു ആണോ മഫ്ഊൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മഫ്ഊൽ എന്ന് മാത്രമേ മുസന്നിഫ് പറഞ്ഞിട്ടുള്ളൂ. ഉദ്ദേശിക്കുന്നത് മഫ്ഊൽ ബിഹിയാണ്. ലി അന്നഹു കാരണം മഫ്ഊൽ ബിഹി ആവുന്നത് അല്ലതി യാതൊന്നാണ് യൻസരിഫ് ഇലൈഹിൽ മഫ്ഊൽ. അൽ മഫ്ഊൽ എന്ന വാക്ക് അതിലേക്കാ തിരിയൽ എന്തിൽ എത്തിലാക്കി നിരുപാധികം പറയുമ്പോൾ. ഇപ്പോൾ നിരുപാധികം പറഞ്ഞാൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പോലെ കുട്ടി നമ്മൾ തിരക്കി വെക്കുമ്പോൾ അങ്ങനെ വെക്കൽ ലറബ ഫീൽ മാലി തുറമീർ ഫായിൽ ചെയ്ത മഫ്ഊൽ അറിയും, മഫ്ഊൽ ബിഹി അറിയും. വെറും മഫ്ഊലുകാരനെ എടുക്കാൻ പോവുക, മഫ്ഊൽ ബിഹിക്കാ പോവുക. പിന്നെ
അവലോബി വാസ്തത്തിൽ ഹർഫി, ഞാൻ ഹർഫ് മാധ്യമായി കൊണ്ടാണെങ്കിലും ശരി, മഫ്ഊൽ ബിഹി ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മഫ്ഊലും പെടുമെങ്കിലും നിർബാണത്. സബബ, സബബിനോട് ബന്ധിക്കും. ആദിയൻ ഔ അഖ്ലിയൻ ഔ ശർഇയ്യൻ, മൂന്നിൽക്കുവാകാം. പലവിധ കാരണങ്ങളുണ്ട്. ആദത്തിൽ കാരണം, ആദത്തിൽ കാരണമാണ് പിന്നെ ഇന്നാലിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നാലിൻ്റെ പ്രശ്നം ഉണ്ടാകും, ഇന്നാലിൻ്റെ മരുന്ന് കുടിച്ചാൽ ഇന്നാലിൻ്റെ അസുഖം മാറും, അതല്ലേ? അതൊക്കെ ആദത്താണ്. ഔ അഖ്ലിയൻ, സൂര്യൻ അസ്തമിച്ചാൽ രാത്രിയാകും, മനസ്സിലായില്ലേ? സൂര്യൻ ഉദിച്ചാൽ പകൽ വരും, അതൊക്കെ അഖ്ലിയായ സബബ. അഖിൽ സബബായിട്ട് കൊലപ്പെടുള്ളൂ ഇതിലേ. പിന്നെ ഔ ശർഇയ്യൻ, അല്ല ശർഇയ്യായ കാരണം, ശർഇ കാരണമായിട്ട് നിശ്ചയിച്ചേക്കുകയാണ്. ഇന്നാലുണ്ടായാൽ പെണ്ണിൻ്റെ ഏത് ഇദ്ദ തീരും, ഇങ്ങനെ ഇന്നാലെ തൊലാക്കി എല്ലിയാൽ അത് കാരണമായിട്ട് ഇദ്ദ ഉജൂബാകും, ഉണ്ടല്ലേ? അപ്പം എന്താണ് ശർഇ കാരണമായിട്ട് നിശ്ചയിച്ചാണ്. ഇല്ല അന്ന ലഹു, കാരണം ഈ സബബിനിക്കൊക്കെ ഉണ്ട് ദുഹൂലം ഫി ഹുസൂലി, ഒരു പ്രവർത്തനത്തിൻ്റെ ഹുസൂലിൽ പ്രവേശനമുണ്ട് പല നിലക്കായിട്ട്. സൂര്യ ഉദിക്കുമ്പം ആണ് എന്തിൻ്റാണ് പകലുണ്ടാണത്, അപ്പോൾ അതിൽ ഇതിൽ പ്രവേശനമുണ്ട്. ഈ പകലിൻ്റെ ഉജൂദിൽ ആർക്ക് പ്രവേശനമുണ്ട്? ഈ സൂര്യൻ്റെ ഉദയത്തിന് പ്രവേശനമുണ്ട്. ഈ മുസന്നിഫ് പറയാത്ത ഷാരിഹ് കുറച്ച് പറയട്ടെ. വക്കഥ, ഈ പ്രകാരം തന്നെ യുലാബിസുൽ മസ്തറ, മസ്തർ